ആരെയാണ് അന്വേഷിക്കുന്നത്? നാം സ്വാമിജി അന്വേഷിക്കുമായിരുന്നു. ഒരുപാട് ദൂരെ നിന്നാണ് വരവല്ലേ? അതെ സ്വാമിജി. അങ്ങും അല്ല, അങ്ങേ മുഖഭാവിൽ കാണാൻ ഒരുപാട് അലഞ്ഞു. എന്തായാലും ഇപ്പൊ കണ്ടല്ലോ. എന്തിനാണ് എന്നെ അന്വേഷിച്ച് ഇങ്ങോട്ട് വന്നത്? സ്വാമിജി, ലോകസുഖങ്ങൾ ഒരുപാട് അനുഭവിച്ചിട്ടും സമാധാനം കിട്ടുന്നില്ല. സുഖങ്ങൾ മാത്രം അനുഭവിച്ചാൽ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കിട്ടുമെന്ന് ആരാ പറഞ്ഞത്? എൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞു. ആത്മാവ് സത്യമുള്ളതല്ലേ സ്വാമിജി? ആത്മാവ് സത്യമേ പറയൂ, പക്ഷേ മനുഷ്യർ കള്ളം പറയും. സ്വാമിജി പറഞ്ഞത് വളരെ ശരിയാണ്. എനിക്കാണെങ്കിൽ കള്ളം പറയുന്ന മനുഷ്യരെ തീരെ ഇഷ്ടമല്ല. ശാന്തി തേടി ഞാൻ ഒരുപാട് യാത്ര ചെയ്തു. കാശി, രാമേശ്വരം, വാരണാസി, ഹിമാലയം, ഒടുവിലിതാ അങ്ങയുടെ ആശ്രമത്തിലെത്തി നിൽക്കുന്നു. അവിടെ നിന്നൊന്നും കിട്ടാത്ത എന്ത് ശാന്തിയും സമാധാനമാണ് ഇവിടുന്ന് കിട്ടാനുള്ളത്? ഭഗവത് സാക്ഷാത്കാരം അല്ലാതെ മറ്റെന്ത്? ഓ, സ്വാമിജി എന്നെ അനുഗ്രഹിക്കണം. എഴുന്നേക്കൂ. ഈ ആശ്രമത്തിൽ കുറച്ച് ദിവസം കഴിയാൻ എന്നെ അനുവദിക്കണം. എന്നെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഞാൻ പറയാം. വേണ്ട, അങ്ങൊന്നും പറയേണ്ടതില്ല. നമുക്കറിയാത്തതൊന്നും ഇവിടെ സംഭവിക്കില്ല. നിങ്ങൾക്ക് ആഗ്രഹമുള്ള സമയം വരെ ഇവിടെ താമസിക്കാം. എന്തായാലും ധന്വന്തരമൂർത്തിയുടെയും അർദ്ധനാരീശ്വരന്റെയും മുന്നിൽ തൊഴുതു പ്രാർത്ഥിച്ച് ഹാളിലേക്ക് പോയിക്കോളൂ. ആരാത്? പുതിയ അന്തേവാസിയാണോ? അതെ. നെറ്റിയിൽ മാത്രമേ ചന്ദനവും സിന്ദൂരവും ഒക്കെ ഉള്ളൂ. ഉള്ളിൽ മുഴുവൻ കാളകൂട വിഷം. ചിത്രാ പൗർണമിക്ക് ഇനി 2 ദിവസമല്ലേ ഉള്ളൂ. അതിഥികൾ ഇനിയും വരും. വരുന്നവരൊക്കെ ആരാ എന്താന്നൊന്നും നമുക്കറിയില്ലല്ലോ. എല്ലാവരോടും ഒന്ന് സൂക്ഷിക്കാൻ പറയണം. ശരി സ്വാമിജി. ഇങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കബീർ ഖാൻ സ്ഥലത്തെത്തിക്കഴിഞ്ഞു. ഇനിയെല്ലാം അയാൾ നോക്കിക്കോളും. ഏത് ഖാൻ വന്നാലും കാര്യം നടന്നില്ലെങ്കിൽ എന്തു ചെയ്യും? ഇതുവരെ ചെയ്തതെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെയായി. എനിക്ക് എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. എന്റെ മോന്റെയും ഗൗരിമോളുടെയും സന്തോഷങ്ങൾക്ക് ഇനി 2 ദിവസം കൂടി ആയുസുള്ളോ? എന്റെ ദൈവമേ, ഇങ്ങനെ കിടന്ന് ടെൻഷൻ അടിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഇതൊരാശ്രമമാണ്. ആ ഗുരുജി ഒരുപാട് കഴിവുള്ള ഒരാളാ. നമ്മൾ എന്തൊക്കെ ചെയ്യാൻ ശ്രമിച്ചാലും ചിലപ്പോ അതൊക്കെ അയാൾക്ക് തടയാൻ കഴിഞ്ഞെന്ന് വരും. അതുകൊണ്ട് നമ്മള് ഒരുപാട് സൂക്ഷിച്ചു വേണം ഓരോ കാര്യങ്ങളും ചെയ്യാൻ. എന്നാലും ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യുക തന്നെ ചെയ്യും. ഇനി പേടിക്കണ്ട. ഈ ചികിത്സ ആ ഗുരുജി പൂർത്തിയാക്കില്ല. ഞാനത് തടഞ്ഞിരിക്കും. അതിനുള്ള എന്റെ വജ്രായുധ ആ കബീർ ഖാൻ. ഇനിയെല്ലാം അയാൾ ചെയ്തോളും.
ആരെ? അത് ഞാൻ ഇവിടുത്തെ ഒരു അന്തേവാസിയാണ്. ഇവിടെ കണ്ടതായിട്ട് ഓർക്കുന്നില്ലല്ലോ. ഇല്ല സാറ്, കാണാൻ വഴിയില്ല. ഞാൻ പുതിയ ആളാ, ഇന്ന് വന്നതേ ഉള്ളൂ. ആ, ആശ്രമമൊക്കെ ഒന്ന് ചുറ്റിക്കാണാൻ ഗുരുജി പറഞ്ഞു. അങ്ങനെ വന്നപ്പോഴാണ് അകത്ത് ചികിത്സ നടക്കുന്നത് കണ്ടത്. അതുകൊണ്ടൊന്ന് നോക്കിയെന്നേ ഉള്ളൂ. ഓ അത് ശരി. എന്താ പേര്? കബി ഏ? കേശവൻ പോറ്റി. കേശവൻ പോറ്റി. അല്ല, ആരകത്ത് ചികിത്സയിൽ? ഭാര്യയാണോ? അതെ. ഭാര്യയ്ക്ക് എന്താ അസുഖം? കുറച്ച് ഓർമ്മയുടെ പ്രശ്നമാണ്. ആ, ഇവിടുത്തെ ചികിത്സ പേര് കേട്ടതാ, ഫലിക്കും. കറക്റ്റ് സ്ഥലത്താ നിങ്ങൾ ചികിത്സയ്ക്ക് വന്നത്. എന്നാ പിന്നെ ഞാൻ പോട്ടെ. ആശ്രമത്തിൻ്റെ ബാക്കി സ്ഥലങ്ങൾ കൂടി കാണണം. എല്ലാം കണ്ടിരിക്കണമല്ലോ. അതെ, പോകുന്ന വഴിക്ക് ഇനിയും ഇതുപോലെ ചികിത്സ നടക്കുന്ന മുറികളുണ്ടാവും. ജനാലയിലൂടെ എത്തി നോക്കാൻ നിൽക്കണ്ട. ചിലപ്പോൾ ആരെങ്കിലും കള്ളനാന്ന് കരുതും. ഞാൻ ശ്രദ്ധിച്ചോളാം.